വസന്ത, ഇന്ന് നിയമസഭയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് സഭാ ചർച്ചകളുടെ തുടർച്ചയിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അന്ന് മുഖ്യമന്ത്രി മറുപടി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇപ്പോൾ UDFിൻ്റെ ഇവിടുത്തെ വിജയം 2019 ആവർത്തനമാകുന്ന വിധത്തിലുള്ള നല്ല മികച്ച വിജയം UDFിന് കേരളത്തിൽ സംഭവിച്ചു. ആ UDFിൻ്റെ വിജയം പരിശോധിച്ചാൽ അത് കോൺഗ്രസ് ധരിക്കുന്നത് പോലെ ഇടതുപക്ഷ വിരോധമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അങ്ങനെ ഒരു ധാരണ കേരളത്തിലെ കോൺഗ്രസിനുണ്ട് എങ്കിൽ ആ ധാരണയ്ക്കപ്പുറം ഇടതുപക്ഷ വിരോധത്തിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലേക്ക് ഒരു ബദൽ സർക്കാർ വരുമ്പോൾ അതിൽ കോൺഗ്രസ്സിന് സ്വാഭാവികമായി ഉണ്ടാകേണ്ട മുൻതൂക്കമുണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ എന്ന ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഒരു അനുകൂല മനോഭാവമുണ്ട്. അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും സ്റ്റേറ്റ് പൊളിറ്റിക്സിൻ്റെ, സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ തെരഞ്ഞെടുപ്പിലും, അത് തദ്ദേശ ഭരണമാകാം അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പാകാം, ഈ വോട്ട് പാറ്റേൺ വ്യത്യസ്തമാണ് എന്ന നിലയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ഇന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷം അങ്ങനെ കാണുന്നേയില്ല, CPIM അല്ലെങ്കിൽ കോൺഗ്രസ് കരുതുന്നത് പോലെ ഒരു ഇടതുപക്ഷ വിരോധമല്ല ഈ ജനവിധിയുടെ കാതലായി LDF കാണുന്നത്, അവർ കാണുന്നത് അങ്ങനെയല്ല, കോൺഗ്രസ് അങ്ങനെ ധരിച്ചാൽ പോലും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. വസന്ത്, ഞങ്ങളെ ഉപദേശിക്കുകയായിരുന്നു ശ്രീ ശരത്. അപ്പൊ ഞങ്ങളെ ഉപദേശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉപദേശിക്കാനും പറയാനുമുള്ള കാര്യങ്ങളൊക്കെ കൂടെ അദ്ദേഹത്തിന് തന്നെ ഘടകകക്ഷിയായ, അതായത് ഇടതു മുന്നണിയിലെ രണ്ടാമനാണ് എന്ന് പറയുന്നത്, എനിക്കറിയില്ല കേരള കോൺഗ്രസ് ആണോ എന്ന് എനിക്കറിയില്ല, അത് അവർ തീരുമാനിക്കട്ടെ, രണ്ടാമനാണ് എന്ന് അവകാശപ്പെടുന്ന CPIക്ക് കൂടി പറഞ്ഞു കൊടുത്താൽ നന്നാവും. CPIയുടെ സംസ്ഥാന കൗൺസിലിൽ ഈ സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കുമെതിരായ വിമർശനം ഉയർന്നു വന്നില്ലേ? CPIയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം പറഞ്ഞത്? രണ്ടാമതായി നിങ്ങളുടെ തന്നെ ഒന്നാം പിണറായി ഗവൺമെന്റിലെ മിനിസ്റ്ററായിരുന്ന G സുധാകരന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ കൂടി മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. കാര്യം കോൺഗ്രസിനെ വിട്ടേക്കൂ. കാര്യം കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു കക്ഷിയാണ്. സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പും മറ്റുള്ള തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം CPM-നെ എതിർക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ സ്വാഭാവികമായും നമ്മൾ തമ്മിൽ കേരളത്തിൽ മത്സരം നടക്കുമ്പോൾ ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിൽക്കേണ്ട. ഞങ്ങൾക്കത് ബോധ്യപ്പെടില്ല എന്ന് തന്നെ കൂട്ടിക്കൊള്ളൂ. ഞങ്ങൾക്കത് ബോധ്യപ്പെടില്ല, മനസ്സിലാവില്ല എന്ന് തന്നെ പറ്റില്ലല്ലോ. കാരണം ഇത് നിയമസഭയ്ക്കകത്താണ് വളരെ വിശദമായ ഒരു ചർച്ച ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ നേരിട്ടുണ്ടായത്. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ അവിടെ ഉയർന്നു വന്ന കാതലായ വിഷയങ്ങൾ ഒരു ചർച്ചയുടെ ഭാഗമായി ഉന്നയിക്കുമ്പോൾ ആ സഭയ്ക്ക് പുറത്തുള്ളവരെ ഉദാഹരിച്ചുകൊണ്ട് വസന്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കോൺഗ്രസിന്റെ പൊതുധാരണയെ ഖണ്ഡിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ രാഷ്ട്രീയ പരാമർശമാണ് ഞാൻ വെച്ചത് വസന്തിന്റെ മുമ്പിൽ ഈ ചർച്ചയ്ക്കായി. അല്ല, CPI സഭയ്ക്ക് പുറത്താണോ? ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞത് ഭരണപ്രതിപക്ഷങ്ങൾ ഈ ജയപരാജയത്തെ സംബന്ധിച്ച് മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളിൽ പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ പ്രതിപക്ഷത്തിന് എങ്ങനെയാണത് ഒഴിവാക്കി വേറെ സഭയ്ക്ക് പുറത്തെ പരാമർശങ്ങളിലൂടെ മുന്നോട്ട് പോകാനാവുക? വസന്ത്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒന്നാം പിണറായി ഗവൺമെന്റ്, അതായത് 3 വർഷം മുമ്പ് നിലനിന്നിരുന്ന ഗവൺമെന്റിലെ വളരെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന നേതാവാണ് സുധാകരൻ. ആ സുധാകരനെ CPM തള്ളി പറഞ്ഞോ? മോദി ഒരു പവർഫുൾ ലീഡറാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലേ ഉള്ളൂ. അദ്ദേഹത്തെ തള്ളി പറഞ്ഞോ? ഇനി അങ്ങ് പറഞ്ഞു സഭയ്ക്ക് വെളിയിലുള്ളവരെ ഉദാഹരിച്ചാൽ CPI സഭയ്ക്ക് വെളിയിലുള്ള കക്ഷിയാണോ? CPIയുടെ എത്ര MLA ഇന്ന് ആ പ്രസംഗം സർ, രണ്ട് കാര്യങ്ങളുണ്ട് വസന്ത്. വസന്തിനും സ്വാഭാവികമായത് പറയാം, നിങ്ങൾക്കതൊരു മേൽക്കൈ കിട്ടുന്ന വാചകങ്ങൾ സ്വാഭാവികമായും പറയാം. എനിക്കതിൽ പരാതിയുടെ പ്രശ്നമില്ല. അത് നിങ്ങൾക്ക് സ്വാഭാവികമായും ഇതപ്പുറത്ത് ജയിക്കുണ്ട് അത്തരം വിമർശനങ്ങൾക്ക് മറുപടി പറയട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞത് അതല്ല. ഇത്തരം കാര്യങ്ങൾ ഉദാഹരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ പൊതുധാരണയെ ഖണ്ഡിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധിയിൽ നിന്ന് കോൺഗ്രസിൻ്റേതായിട്ടുള്ളൊരു മറുപടി, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ഈ പറഞ്ഞ പോയിന്റിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു താല്പര്യം കൊണ്ട് ചോദിച്ചതാണ്. ഒരിക്കലുമില്ല. 1 മിനിറ്റിന് മുമ്പ് അങ്ങ് ഇടപെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ നിലപാട് പറയാൻ പറ്റാതെ പോയത്. ഞാൻ പറഞ്ഞത് ആദ്യം അദ്ദേഹത്തിനുള്ള ഉത്തരമാണ്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ, പ്രതിപക്ഷത്തിരിക്കുന്നവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിന് മുമ്പ് സ്വന്തം പാളയത്തിലുള്ളവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത് നന്നാവും. CPM-ന്റെ വിവിധ ഘടകങ്ങളിൽ നിന്ന് വിമർശനം ഉയർന്നു വന്നിട്ടില്ലേ, അതിനെയൊക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തട്ടെ. 2, ഞങ്ങളുടെ ഉത്തരം ഇനി ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു ആന്റി ഇൻകൺവെൻസിയേ ഇല്ല ഏത് സംസ്ഥാന സർക്കാരിനെതിരായി. അങ്ങനെ ഒരു ആന്റി ഇൻകൺവെൻസി ഇല്ല. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ ശക്തി പകരണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷം മത്സരിക്കണ്ടായിരുന്നല്ലോ. ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല. അതായത് 4-3 ടോട്ടൽ ഏതാണ് 30-ൽ താഴെ സീറ്റുകളിൽ മത്സരിച്ച CPM ഇടതില്ലെങ്കിൽ, അതായത് 10% പോലും ഇല്ല അങ്ങനെയുള്ള സീറ്റിൽ മത്സരിച്ച CPM ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞൊരു പ്രചരണ ആയുധമായി മുമ്പോട്ട് പോകുന്നത്. അത് വിജയിക്കാം എന്ന പ്രതീക്ഷയോട് കൂടിയല്ലേ.
ലോക്സഭയ്ക്കുള്ളിൽ തങ്ങളുടെ അംഗബലം വർദ്ധിപ്പിക്കാം എന്ന പ്രതീക്ഷയോട് കൂടിയല്ലേ, ഒരു ബദൽ സംവിധാനമാകാം എന്ന പ്രതീക്ഷയോട് കൂടിയല്ലേ അത് നിങ്ങൾ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ജനങ്ങളുമായി. പക്ഷെ ജനം ചരിത്രത്തിലില്ലാത്ത രീതിയിൽ, ഇതുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ 10 സീറ്റുകളിൽ 1,00,000-ലേറെ ഭൂരിപക്ഷത്തിലാണ് ഞങ്ങൾ ജയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ, മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ പോലും ഈ ആന്റി ഇൻകംബൻസി കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലേ? മുഖ്യമന്ത്രിയുടെ ബൂത്തിനും ആ ബൂത്തിനോടനുബന്ധിച്ചുള്ള ബൂത്തുകളിലുമൊക്കെ ആരാ ലീഡ് ചെയ്തത്? ഇനി ആന്റി ഇൻകംബൻസി ഇല്ലെങ്കിൽ മിനിമം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെങ്കിലും ഒരു ലീഡ് നില വേണ്ടേ? ലീഡ് നിലയും വേണ്ട, ഒരു സമാസമ വോട്ടെങ്കിലും പിടിക്കണ്ടേ? അതിനും പറ്റിയിട്ടില്ല. 10 സീറ്റുകളിൽ 1,00,000-ലേറെ വോട്ടിൽ, 3 സീറ്റുകളിൽ 2.5 ലക്ഷത്തിന് മുകളിൽ, 2 സീറ്റ് ഒരു സീറ്റിൽ 3 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു നിൽക്കുന്ന ഒരു കക്ഷിയോട് പറയാണ് നിങ്ങളുടെ വിജയം ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ നടപ്പോ? അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യൂ. നേരത്തെ AK ബാലനാണോ അതോ LDF കൺവീനറാണോ ആരോ പറഞ്ഞു ഇപ്പൊ മത്സരിച്ചാൽ ഞങ്ങൾ സെഞ്ചുറി അടിക്കും. നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടട്ടെ ആർജവം ഉണ്ടെങ്കിൽ. 100 സീറ്റ് കിട്ടൂല, പിന്നെന്താ പ്രശ്നം? ശരി, അതിനുള്ള ആർജവം കാണിക്കണ്ടേ?